നമസ്കാരം. കേരളത്തിൽ മണൽ എടുക്കുന്നതിനുള്ള അതായത് നമ്മുടെ ഡാമുകളിലും അതുപോലെ തന്നെ പുഴകളിലുമൊക്കെ സിൽട്ട് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ശക്തമായ ഒരു നിലപാട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാടെടുത്തതിനെ സ്വാഗതം ചെയ്യുന്നു, ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സ്വാഗതത്തോടൊപ്പം കുറേ ആശങ്കകളുമുണ്ട്. ആശങ്ക മറ്റൊന്നുമല്ല, എടുക്കുന്ന ഡാം സിൽറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഡീസിൽറ്റ് ചെയ്യുന്നു പറയുന്നത്. ഇപ്പോൾ പാലക്കാട് ഒരു ഡാം ഡീസിൽറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഡാം ഡീസിൽറ്റ് ചെയ്യുമ്പോൾ എത്ര മഡ് എടുക്കാം, എത്ര മണലെടുക്കാം, എത്ര ചെളി എടുക്കാം എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് ഒരു ധാരണ ഇല്ലാതിരുന്നാൽ നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്ക് അകിട് കീറുന്നത് വരെ പാല് ഊറ്റുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. രക്തം വരണം, അകിടിൽ നിന്ന്, പശുവിൻ്റെ അകിടിൽ നിന്ന് രക്തം വന്നാലും നമ്മൾ നിർത്തൂല, പിന്നും പിഴിയും, ഇടയ്ക്ക് വല്ല പാലോ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് മലയാളി. കാരണം ഇതൊരു കോൺട്രാക്ച്വൽ വർക്കാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഡാം, ഇപ്പോൾ പാലക്കാട് ഞാൻ പറഞ്ഞു മുളിയാർ ഡാമാണെന്ന് തോന്നും, ഡാമിൽ നിന്ന് എടുക്കുന്ന മണൽ വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് ചില കണക്കുകളും കാര്യങ്ങളുമുണ്ട്. ഇതിന് ശാസ്ത്രീയമായി ഇപ്പോൾ സാൻഡ് ഓഡിറ്റ് 41 നദികളിൽ 41ആണല്ലോ കേരളത്തിലേക്ക് വരുന്നത്, 44ൽ 41 കേരളത്തിലൂടെ പോകുന്നത്. പടിഞ്ഞാറ് വന്ന് കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് പോയി നമ്മളിവിടുത്തെ അറബിക്കടലിൽ ചേരുന്നു. 3 തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കബനി, പാമ്പാർ, ഭവാനി 3, 2 ഇടുക്കിയിൽ നിന്നും, 1 കബനി വയനാടിൽ നിന്നും, പാമ്പാറും ഭവാനിയും ഇടുക്കിയിൽ നിന്നും പോകുന്നത് മലയുടെ അങ്ങേവശത്തു കൂടി അറബിക്കടലിൽ തന്നെയാണ്, പക്ഷെ അങ്ങേവശം ചുറ്റിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നില്ല. പക്ഷേ ഈ 41 നമ്മുടെ മലനിരകളിൽ നിന്നും കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും താരതമ്യം ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് 41 പോകുന്നത് അറബിക്കടലിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 41 വരുന്ന മണലും മറ്റു കാര്യം, പിന്നെ ഡാമുകളും ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു സാൻഡ് ഓഡിറ്റ് നടന്നിട്ടുണ്ട്. ആൾറെഡി ഒരു സാൻഡ് ഓഡിറ്റ് നടന്നു. ILDM എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു. അവിടെയായിരുന്നു ഇതിന്റെ ഓഫീസൊക്കെ പ്രവർത്തിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഗ്രീൻ ട്രിബ്യൂണലും സെൻട്രൽ ഗവൺമെന്റും കൂടി പറഞ്ഞതിൻ്റെയും കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സാൻഡ് ഓഡിറ്റ് നടന്നത്. മാത്രമല്ല, മണലിനെ ഊറ്റുന്നതിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപം വന്ന സമയത്ത് നിയമസഭയിലുള്ള നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു. അല്ലാതെ ഹൈക്കോടതിയിൽ നിന്നൊരു നിഗമനമുണ്ട്. അപ്പോൾ ഇങ്ങനെ വല്ലാതെ മണലെടുത്ത് ആഴക്കയങ്ങളാക്കരുത് നദികളെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പഠനങ്ങളുമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് ഓരോ കടവെന്നാണ് പറയുന്നത്, ഒരു മണലെടുക്കുന്ന സ്ഥലത്തിന് പറയുന്ന കടവെന്നാണ്. ഒരു കടവിൽ നിന്ന് എത്ര മണലെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് കടവ് കമ്മിറ്റികൾ, പിന്നെ അതിനകത്ത് പഞ്ചായത്തിൻ്റെ ആളുകൾ, പിന്നെ സാങ്കേതിക വിദഗ്ധർ എന്നൊക്കെ പറഞ്ഞ് ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, പഞ്ചായത്ത് തലത്തിലൊക്കെ വലിയ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് കോടതിയുടെയും കൂടെ ഇടപെടലൊക്കെ വന്നതോടുകൂടി ഇത് നിരോധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷം ഒരുപാട് വേസ്റ്റും ഡെബ്രീസും ഒക്കെ കുറേ അടിഞ്ഞിട്ടുണ്ട്, അത് തീർച്ചയാണ്. പക്ഷേ അതിനകത്ത് കുറേ മാറേണ്ടതുമുണ്ട്. പക്ഷേ അതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് 41 നദികളിൽ 33 നദികളിലാണ് ഈ മണൽവാരലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സാൻഡ് ഓഡിറ്റ് നടന്നത്. അതിൽ 14 എണ്ണത്തിലാണ് സാൻഡ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സാൻഡ് എടുക്കാം എന്ന് പറയുന്നതിന്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, എപ്പോൾ സാൻഡ് എടുക്കും എന്നുള്ളതാണ്. സമ്മറിലാണ് സാൻഡ് എടുക്കേണ്ടത്, അല്ലാതെ റെയിനി സീസണിൽ സാൻഡ് എടുക്കാൻ നിന്ന പ്രായോഗികമല്ല. വെള്ളം വരികയും പിന്നെ വേറെ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സമ്മർ സീസണിലാണ് ഇത് എടുക്കേണ്ടത്, നമ്പർ 1. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സമ്മർ സീസണിലാണ് എടുക്കേണ്ടത്. നമ്പർ 2, എത്ര എടുക്കാം, ഏതളവിൽ എടുക്കാം, ഇതിനെ സംബന്ധിച്ച് സാൻഡ് ഓഡിറ്റ് നടത്തിയിട്ടുള്ള നദികളുടെ കഥയുണ്ട്, നടത്താത്ത കഥകളുമുണ്ട്. നടത്താത്ത നദികളുടെ കഥകളുമുണ്ട്. നടത്തിയിട്ട് എടുത്തുകൂടാ അല്ലെങ്കിൽ എടുക്കാൻ മണലില്ല എന്ന് പറഞ്ഞ് കണ്ടെത്തിയ നദികളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ടുള്ള വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ എടുത്തില്ലെങ്കിൽ ഈ വല്ലാത്ത രീതിയിൽ ഇതൊരു മലയിടിക്കുന്ന പോലെ, കുന്നിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ പാറ പൊട്ടിക്കുന്ന പോലെ നമ്മൾ കളിക്കുന്നത് വെള്ളത്തിനോടാണ്. വേലിയേറ്റം നന്നായി ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം പുഴയിലേക്ക്, എല്ലാ മലയിലെയും ഈ ആഴമൊക്കെ കൂട്ടി മലയിലെയും സമീപ പ്രദേശത്തിലെയും നീർത്തടത്തിലെയും നദീതടത്തിലെയും വെള്ളം എല്ലാം കൂടി നദിയിൽ വരുത്തി മുഴുവൻ ഒഴുക്കി കളയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വേലിയേറ്റം കൂടെ വരികയാണെങ്കിൽ വെള്ളം ഒഴുകിപ്പോകില്ലെന്ന് മാത്രമല്ല അത് വേറെ ഫ്ലഡ് ഉണ്ടാക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു നദിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു 5-10 വർഷം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെയൊക്കെ റിസൾട്ട് പ്രകൃതിയിൽ വരുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന നാളെ രാവിലെ ചെയ്ത് മറ്റന്നാൾ രാവിലെ റിസൾട്ട് വരില്ല, അതിൻ്റെ ഗുണവും ദോഷവും വരത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കണക്കിലെടുക്കുന്ന വളരെ ശാസ്ത്രീയമായ ചില നിഗമനങ്ങൾ കൂടി പരിഗണിക്കുന്ന ഒരു സമീപനമാണ് അതിനകത്ത് എടുക്കേണ്ടത്. മണൽ ഒട്ടും തൊടില്ല, അല്ലെങ്കിൽ മഡൊട്ടും എടുക്കില്ല, ഡീസിൽട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒന്നും അത് പ്രായോഗികമല്ല, അപ്രായോഗികമാണ്. എന്നാൽ
മുച്ചൂട് മുടിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ബെഡും ബേസ് ഫ്ലോ പോലും നോക്കാതെ, ബേസ് ഫ്ലോ ഉണ്ട്, ബേസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു നദിയെ സംബന്ധിച്ചുള്ള തന്നെ ഒരു ബേസ് ഫ്ലോ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു മിനിമം ലെവലുണ്ട്, നദിക്ക് വേനൽക്കാലത്ത് വെള്ളം ഒഴുകാണ്ട് ഒരു മിനിമം ഫ്ലോ ഉണ്ട്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ഓരോ വർഷവും നദി റിജുവിനേറ്റ് ചെയ്യപ്പെടുകയാണ്, സ്വയം റിജുവിനേറ്റ് ചെയ്യപ്പെടും. സ്വയം റിജുവിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആഴം കൊണ്ടും വീതി കൊണ്ടും, വീതി കുറച്ചും കൂട്ടിയും ആഴം കൂട്ടിയും കുറച്ചും മണലിട്ടും മണലെടുത്തും മണൽ കൊണ്ട് കളഞ്ഞുമൊക്കെ നദി ഒരു പുനരുജ്ജീവന പണി ചെയ്യുന്ന ഒരു ഒരു സംവിധാനമാണ്. അല്ല നദി പറഞ്ഞാൽ കുറെ വല്ല ടാങ്കിലൂടെ അല്ലെങ്കിൽ ഒരു കനാലിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സംവിധാനമല്ല നദി. അതൊരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ ഒരുപാട് ലിവിങ് ഓർഗാൻസ് ഉണ്ട്. പിന്നെ സൂക്ഷ്മജീവികൾ മുതൽ മത്സ്യങ്ങൾ വരെയുള്ള 10,000-കണക്കിന് ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് നദി. അതുപോലെ തന്നെ സസ്യസമ്പത്തിന്റെ ആവാസ വ്യവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന നദിയെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നദി ഈസ് എ ലിവിങ് ഓർഗാനിസം, അല്ലെ ലിവിങ് ഫീച്ചറാണ് എന്നുള്ള ഒരു ജൈവ ഫീച്ചറാണ്, ജീവിക്കുന്ന ഒരു ഫീച്ചറാണ്, ഒരു വസ്തുവാണ് നദി എന്നുള്ള കൺസെപ്റ്റിൽ വേണം നദിയെ സമീപിക്കാൻ. സാധാരണ കരയിൽ നിന്ന് മണ്ണെടുക്കുന്നത് പോലെ നദിയിൽ പോയി മണ്ണെടുക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിച്ചു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങോട്ട് പോയി തൊടേ ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായമല്ല. സർക്കാരിന്റെ സതുദ്ദേശത്തെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, വളരെ നല്ലത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ചില കണ്ടീഷൻസ്, വ്യവസ്ഥകൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ പോയാൽ ഈ പറഞ്ഞതുപോലെ പുഴയ്ക്കല്ല ദോഷം, പുഴ മരിച്ചു പോകും എന്നൊക്കെ പറയുന്നത് വേറെ കഥ. പുഴയ്ക്കേക്കാൾ ഉപരി ഈ മനുഷ്യനാണ് ദോഷം. ഇപ്പൊ വന്നിരിക്കുന്നത്, പണ്ട് കാലത്തൊരു പ്രകൃതി ദുരന്തം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസം ഉണ്ടാവും, നിങ്ങൾ മലയിടിക്കരുത്, കുന്നിടിക്കരുത്, വയൽ നികത്തരുത് പറയുന്ന ഒരു ഫാഷനായിരുന്നു. കാരണം അത് ചെയ്യാതിരുന്നാൽ കൊള്ളാം, കാണാൻ കൊള്ളാം. പക്ഷെ ഇപ്പൊ അതല്ല. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാലേ മനുഷ്യർക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള നിലയിലാണ് ക്ലൈമാറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഒക്കെ ഇവിടെ വന്നു മറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കാരുടെ സംരക്ഷണമൊന്നും ആവശ്യമില്ല, പരിസ്ഥിതിക്ക് ആവശ്യമില്ല. ഇനി പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ മാനവ സംരക്ഷണമാണ്. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സംരക്ഷണമാണ്. മനുഷ്യർക്ക് ഇനി ഇവിടെ ഒരു മര്യാദയ്ക്ക് കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണമെങ്കിൽ, വലിയ അത്യാപത്തൊന്നും ഇല്ലാതെ പോകണമെങ്കിൽ വളരെ കൃത്യമായി പ്രകൃതിയെയും വെള്ളത്തെയും പരിസ്ഥിതിയെയും കാലാവസ്ഥയും ഒക്കെ മാനിച്ചുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മാനിച്ചുകൊണ്ട് പോകുമ്പോൾ ഓരോ നദിയിലും, അതുപോലെ തോടുകളുടെ നവീകരണം, നദിയേക്കാൾ പ്രധാനം, ഞാൻ ഈ നദിയിലെ മണൽ വാരുന്നതിനേക്കാളും അതുപോലെ പ്രാധാന്യം, അല്ലെ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് തോടുകളെ ക്ലാരിറ്റി വരുത്തുന്നതിനെ സംബന്ധിച്ച്, തോടുകളുടെ ഒരു ക്ലിയറൻസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ. അതുപോലെ തടയണകൾ, ധാരാളം തടയണകളുണ്ട്. ഈ തടയണകളൊക്കെ റീവിസിറ്റ് ചെയ്യേണ്ട സമയമായി. ആ തടയണകൾ ആ പർപ്പസ് നടത്തുന്നുണ്ടോ? ആ പർപ്പസ് നടത്തില്ലെങ്കിൽ അത് വാട്ടർ എന്താണ് തടയണ കം ബ്രിഡ്ജാണ് ഇപ്പൊ പോകുന്നതെങ്കിൽ അത് വാട്ടറിന്റെ ഒഴുക്കിനെയും നിയന്ത്രിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള തടയണകളായിട്ട് എങ്ങനെ മാറ്റാം, ഇങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നദിയുമായി ബന്ധപ്പെടുത്തി നടക്കേണ്ടതുണ്ട്. എന്തായാലും മണൽ വാരാം, ഡെബ്രിസ് വാരാം, സിൽറ്റ് മാറ്റാം. പക്ഷെ എത്ര, എവിടെ, എങ്ങനെ, എപ്പോൾ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ധാരണ ഉണ്ടാക്കിയില്ലെങ്കിൽ വീണ്ടും വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്ന് മാത്രമല്ല, നമ്മൾ മറ്റൊരു ദുരന്തത്തെ കൂടി വിളിച്ചു വരുത്തും. വേനൽക്കാലത്തേക്ക് ഉള്ള വെള്ളം കരുതുന്ന ആ കരഭാഗത്തെ വെള്ളം കൂടി ഈ മഴയത്ത് നമ്മൾ പുഴയിലേക്ക് ഇറക്കി വിട്ട് കരഭാഗം പറ്റിപ്പോകുന്ന, വരണ്ടു പോകുന്ന ഒരു അവസ്ഥയും വരാം. ഇതൊക്കെ ഞാൻ വളരെ സാധാരണമായി പറയുന്നത് കോമൺ മാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലക്ഷ്യം കോമൺ മാനെയും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരം വീഡിയോകളെ കാണണം. ഒരു കാരണവശാലും മണലിനെതിരല്ല, ടൺ കണക്കിന് മണലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അത് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, എവിടെ എടുക്കണം, എത്രമാത്രം എടുക്കണം എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ നമുക്ക് അത്യാവശ്യമാണ്.